നമസ്കാരം. ചില പ്രമുഖ സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം എക്കോണമിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് കടക്കാം. വൈബ്രന്റ് ഗുജറാത്ത് ഇവന്റിന്റെ ഭാഗമായി ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞത് 2027-28 വർഷത്തിൽ ഇന്ത്യൻ എക്കോണമി GDP $5 ട്രില്യൺ സൈസ് മറികടന്നേക്കും. 2047 ഇന്ത്യൻ എക്കോണമി $30 ട്രില്യൺ സൈസ് മറികടക്കാൻ സാധ്യതയുണ്ട്. വരും സമയങ്ങളിൽ ഇന്ത്യൻ എക്കോണമി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചേക്കും എന്ന സൂചനയാണ് ഫിനാൻസ് മിനിസ്റ്റർ നൽകിയത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തേത്, ജനുവരി 12 ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തു വരികയാണ്. നവംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിസംബർ മാസത്തിൽ ഇൻഫ്ലേഷൻ ഉയർന്നേക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ 5.55% അവിടെ നിന്നും ഇൻഫ്ലേഷൻ 5.9% ഉയർന്ന് RBIയുടെ അപ്പർ ലിമിറ്റായ 6% എത്താൻ സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ ഉയരുന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന അത്ര പോസിറ്റീവ് ന്യൂസ് അല്ല. ഇതിനനുസരിച്ച് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ജനുവരി 12 ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും പുറത്തുവരും. നവംബർ മാസത്തെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 3.5% കഴിഞ്ഞ 8 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ തുടരുന്നത്. ഇതിൽ ഒരൽപ്പം വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. HCL ടെക്, വിപ്രോ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ജനുവരി 12 പുറത്തു വരുന്നത്. HCL ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനെ കുറിച്ച് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിനെ കുറിച്ചുള്ള അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ വിപ്രോയുടെ റവന്യൂവും പ്രോഫിറ്റും ഇടിഞ്ഞേക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. റവന്യൂവിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ 4% ഇടിവ് വരും. 22,408 കോടിക്ക് അടുത്തുള്ള റവന്യൂ ആണ് വിപ്രോയിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ മാനേജ്മെൻറ്റ് ഗൈഡൻസ് 1.5 മുതൽ 3.5% ഇടിഞ്ഞേക്കും. വിപ്രോയുടെ പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 9% ഇടിഞ്ഞ് 2,756 കോടിയിലെത്താനും സാധ്യതയുണ്ട്. ക്രോസ് കറൻസി ടെയിൽവിൻഡും വീക്ക് ഡിസ്ക്രിഷണറി ഡിമാൻഡും BFSI സെഗ്മെൻറ്റിൽ നിന്നും റിക്കവറി വരാത്തതും മൂലമായിരിക്കും വിപ്രോ മോശം ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെക്കുക. അതുകൊണ്ട് വിപ്രോ എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഇന്ന് TCS, ഇൻഫോസിസ്, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, 5 പൈസ ക്യാപിറ്റൽ, GTPL, ഹാത്വേ, ഗുജറാത്ത് ഹോട്ടൽസ്, കെൻവി ജുവലേഴ്സ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു സബ്സിഡറി കമ്പനിയായ സസ്റ്റൈനബിൾ എനർജി ഇൻഫ്രാ ട്രസ്റ്റിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും മഹീന്ദ്ര സസ്റ്റൈനും കുറച്ചേക്കും. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 10.5%, മഹീന്ദ്ര സസ്റ്റൈൻ 15% സ്റ്റേക്ക് ഹോൾഡിംഗ് കുറവ് വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഓഫർ ഫോർ സെയിൽ വഴിയോ അല്ലെങ്കിൽ പ്രീ ഓഫർ ഇഷ്യൂ വഴിയോ ആയിരിക്കും നടത്തുക. സസ്റ്റൈനബിൾ എനർജി ഇൻഫ്രാ ട്രസ്റ്റിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് 15.7% സ്റ്റേക്ക് ഹോൾഡിങ്ങും മഹീന്ദ്ര സസ്റ്റൈനിന് 73.9% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. വരും ദിവസങ്ങളിൽ ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ജനുവരി 15 ഏഞ്ചൽ വണ്ണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരികയാണ്. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനി ഫണ്ട് റേസ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. നോൺ കൺവെർട്ടബിൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് വഴിയുള്ള ഫണ്ട് റേസാണ് ഏഞ്ചൽ വൺ എന്ന കമ്പനി ഉദ്ദേശിക്കുന്നത്. CESC എന്ന പവർ സെഗ്മെൻറ്റിലെ കമ്പനിക്ക് ഉത്തർപ്രദേശ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ സൈഡിൽ നിന്നും 95 മെഗാവാട്ട് ഓഫ് RTC പവർ പെർ ഇയർ എന്ന റേറ്റിൽ 5 വർഷത്തേക്ക് സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇത് CESCയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതുൽ എന്ന കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 1035 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാണ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് നിർമ്മിച്ചത്. ഇതിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചത് അതുലിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. ഈ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ 9.9% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. ടോട്ടൽ ബിസിനസ് 12.76 ലക്ഷം കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റ് 8.66% വർദ്ധിച്ച് 7.10 ലക്ഷമായി മാറി. ഗ്രോസ് അഡ്വാൻസ് 11.49% വർദ്ധിച്ച് 5.66 ലക്ഷമായി മാറി. ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 7.62% വർദ്ധിച്ച് 5.99 ലക്ഷവും ഡൊമസ്റ്റിക് അഡ്വാൻസ് 11.60% വർദ്ധിച്ച് 4.76 ലക്ഷവുമായി മാറി. PSU സെഗ്മെൻറ്റിലെ ബാങ്കുകളൊക്കെ മികച്ച രീതിയിലുള്ള ക്വാർട്ടർ 3 ബിസിനസ് അപ്ഡേറ്റാണ് പുറത്തുവിടുന്നത്. തിരുമലൈ കെമിക്കൽസ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനി കൂടി കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ 2024 മാർച്ച് ക്വാർട്ടർ മുതൽ കമ്പനിക്ക് 4 കോടി രൂപയുടെ അഡീഷണൽ റവന്യൂ ജനറേറ്റ് ആയേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുമലൈ കെമിക്കൽ എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്